നമ്മൾ വേളാങ്കണ്ണി വന്നിട്ട് നല്ല മഴയേട്ടാ. റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ലായിരുന്നു. അവസാനം വൈകുന്നേരം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴ മാത്രമല്ല, പൊന്നപ്പന് നല്ല പനിയായിരുന്നു. ഇപ്പം എന്തായാലും പനിയൊക്കെ കുറച്ചുണ്ട്, കുഴപ്പമില്ല കേട്ടാ. അപ്പം നമ്മളെന്തായാലും വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അളിയനും കൂടി ഇതേ പൊന്നപ്പനെ എടുത്തോണ്ട് ഫ്രണ്ടിലെ നടന്നിട്ടുണ്ട് കേട്ടാ. നല്ല വെയിലായിരിക്കും എന്ന് കരുതി കുട കൊണ്ടുവന്നതാണ് ഞാൻ. എന്തായാലും ഇപ്പം മഴയത്ത് അത് ഉപകരിച്ചു. നല്ലോണം കിടന്നങ്ങോട്ട് ഉറങ്ങി. ഉറക്കത്തിൻ്റെ ക്ഷീണങ്ങോട്ട് മാറുന്നില്ല. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. 3 ദിവസം നമ്മൾ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്ലാനിങ് ഒക്കെ ആയിട്ട് വന്നതായിരുന്നു. അവസാനം റൂമിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ ഒന്ന്. ആ ഫാനും എസിക്കും ബെഡിനും ഒന്നും നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. വൈകുന്നേരം കുറച്ച് മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി. റോഡിലേക്ക് ഇറങ്ങിയിട്ടാണെങ്കിലും മൃഗങ്ങളെ കൊണ്ടും വണ്ടീനെ കൊണ്ടും നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണേ. ആകെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ചളപുളം, കാല് ചവിട്ടാൻ പറ്റാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ ഇങ്ങനെ എത്ര സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു. എന്തായാലും അതുങ്ങൾ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പയ്യെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പൊന്നപ്പന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാ. പശു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണായിരുന്നു കേട്ടാ. ചെറിയ പനിയുണ്ട്, ചെക്കന് മാറിയിട്ടില്ല. അങ്ങോട്ട് ചുമയും തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കാം കേട്ടാ. ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. എപ്പോഴും കാണുന്ന പോലത്തെ കച്ചവടക്കാരോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടാ. ബീച്ച് കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. പുലിമുട്ടുകൾ വീണ്ടും അങ്ങോട്ട് ഇട്ട് തുടങ്ങുന്നുണ്ട്. കാരണം പറയുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു 10 വർഷം 5 വർഷം കഴിയുമ്പോഴേക്കും ബീച്ചേ ഉണ്ടാവില്ല, അത്രയും ഇങ്ങോട്ട് കടൽ കയറും എന്നാ പറയണേ കേട്ടാ. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പൊന്നപ്പം നല്ല കരച്ചില്ല. അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേക്കും അവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ വഴിക്ക് ഇതേ നല്ല ഫ്രഷ് മീൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും മേടിക്കാറില്ല കേട്ടോ. പള്ളി ഇങ്ങനെ വയ്ക്കണമൊക്കെ ഇപ്പോഴും വീണ്ടും വീണ്ടും പള്ളികൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ വേളാങ്കണ്ണി. നമ്മൾ പോണ വഴിക്ക് കുറച്ച് ചക്കയൊക്കെ കണ്ടിങ്ങനെ. ചക്ക വാങ്ങിയില്ല, കാരണം നമുക്ക് ചക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വാങ്ങിയത് ഈ മുല്ലപ്പൂവായിരുന്നു കേട്ടോ. എന്താ മണമല്ല ഈ മുല്ലപ്പൂവിന്, ആഹാ. പെട്ടെന്നൊരാഗ്രഹം മുല്ലപ്പൂ കണ്ടപ്പോഴേക്കും എനിക്ക് വേണമെന്ന്. ഏട്ടനും ഇഷ്ടമാണ് മുല്ലപ്പൂ, അതുകൊണ്ട് തന്നെ അപ്പം തന്നെ വാങ്ങിച്ചു തന്നു കേട്ടോ. റൂമിൽ പോയിട്ട് ഇത് വെക്കണം. റൂമിൽ നമ്മുടെ അമ്മച്ചി റോസാൻ്റെ എല്ലാവരും ഉണ്ട് കേട്ടോ. പോണവർക്ക് ഇതേ മീൻ വറുത്ത് വെച്ചെങ്ങനെ കണ്ടു. ഇതും നമ്മൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് വീഡിയോ തിരിച്ചു വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.